പക്ഷേ ഇപ്പം എത്ര പെർസെൻറ്റേജ് ആയെന്നറിയോ? അല്ല, ഇത് ഇവിടുത്തെ നോക്കണ്ട, ഇവിടെ എപ്പോഴും സജീവമല്ല ബൂത്താണ്. പൊതുവിൽ കുറവാണ്. എന്താ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ അത് മുൻകൂട്ടി കാണേണ്ടിയിരുന്നു കോൺഗ്രസ്. അത് നമ്മൾക്ക് കിട്ടിയ വിവരമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത്. അത് ഗൗരവമായി കോൺഗ്രസ് കാണാത്തതുകൊണ്ടാണ്. 58. അല്ല, ഞാൻ KPC പ്രസിഡന്റിനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് സുധാരേട്ട, ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് എല്ലാം കുറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ കിട്ടിയ വിവരം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പെർസെൻറ്റേജ്. ഒരുപാട് കാലത്തിന് ശേഷം കൈപ്പറ്റിച്ചിട്ട് വീണ്ടും വോട്ട് കുത്തിവരുന്നുണ്ട്. അതെ, അതിൽ നമുക്കതിൽ എന്താ പറയുക, ഒരു പ്രയാസം തോന്നിയിട്ടില്ല. അല്ല, അത് പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേണിൽ വ്യത്യാസം വരും. യഥാർത്ഥത്തിൽ പെർസെൻറ്റേജ് ഇവിടെ കൂടണമായിരുന്നു, കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. അല്ല, 5 ലക്ഷമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ. അല്ല, അത് രണ്ട് ഇഷ്യൂ ആണ്. പാലക്കാടത്തെ കാര്യം നമുക്കറിയാമല്ലോ. അവിടെ ഫാസിസ്റ്റ് BJP സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത്. മാത്രമല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം RSSനും BJPക്കും എതിരെയുള്ള കേരളത്തിലെ CPM നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് RSSനെ എന്താ പറയുക സഹായിക്കുന്ന സമീപനം. അപ്പോൾ ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ പിന്തുണ കൊടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇനി പാലക്കാട് വന്നിട്ട് പിന്മാറണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാലക്കാട് മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ നാളെ നമ്മളെന്തായാലും 140 സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ അടിയൊഴുക്കുണ്ട്. ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും 20,000 വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം. 20,000 വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. അല്ല, ഞാൻ ഫലത്തെ നമ്മളെ ഫലം നോക്കിയാൽ പോരെ, നാട്ടുകാരെ മുഴുവൻ ഫലം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ആരെ ബാധിച്ചാൽ എന്താണെന്ന് പക്ഷേ ഞങ്ങൾ പറഞ്ഞ ആശയത്തിന് എത്ര വോട്ട് കിട്ടും, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നറിയുക എന്നതിലപ്പുറം ആര് തോൽക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ലല്ലോ അവിടുത്തെ വിഷയം. ആ ജയം കൊണ്ടും തോൽവി കൊണ്ടും ഒന്നും സംഭവിക്കാനില്ല ചേലക്കരയെ സംബന്ധിച്ചിട്ട്. കാരണം ഒരു ഭരണമാറ്റം ഉണ്ടാവാനോ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാവാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ആശയപരമായിട്ടുള്ള ആശയങ്ങൾ തമ്മിലെ പോരാട്ടമായിരുന്നു. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ നെക്സസും തമ്മിലെ യഥാർത്ഥ പോരാട്ടം നടന്നത് ചേലക്കരയാണ്. നമ്മൾ ആ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ വിഷയമാണ് അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം K. രാധാകൃഷ്ണൻ 10-30 വർഷം അവിടെ ഇരുന്നിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് നല്ല സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം പോലും കുറഞ്ഞു പോകുന്ന രീതിയിലാണ് അവിടുത്തെ കോളനികളുടെ അവസ്ഥ, ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ, കുടിവെള്ളത്തിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ചും SC കോളനികൾ. സത്യത്തിൽ ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് വലിയ എന്താ പറയുക പ്രയാസങ്ങളുടെ കണ്ടിട്ടിലാണ്. ആഫ്രിക്കയെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള കോളനികളുണ്ട് അവിടെ. ആഫ്രിക്കയെ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് മാത്രം ജീവിക്കുന്ന 10-20 വീടുകൾ, ഒറ്റപ്പെട്ടതല്ല. ഇതൊക്കെ പത്രക്കാർ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം എന്താ? രാധാകൃഷ്ണൻ മന്ത്രിയോ MLA ആയാൽ അവിടുത്തെ ആളുകൾ പറയുന്നത് ഒരു സമരം നടത്തില്ല UDF എന്നാണ്. രാധേട്ടനെതിരെ സമരം നടത്താൻ UDF നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. അപ്പം രാധേട്ടനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ അവിടുത്തെ UDF നേതാക്കൾ കേട്ടോ, അണികളല്ല പറയുന്നത്, നടത്തിയ ആ ബാന്ധവം, അതാണ് ഞാൻ ഈ പറയുന്ന നെക്സസ്.